എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് മൈസൂരേക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാനൊരു ഔട്ട്ലൈൻ പ്ലാൻ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ നമ്മളൊരു ഹോട്ടൽ റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് ഏതാണ്ട് രാത്രി എത്തും. എന്നിട്ട് നാളെ മറ്റന്നാളാണ് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. നമ്മൾ നാളെ രാവിലെ അതായത് ഒരു 10 മണിക്ക് സൂവിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ സാഹചര്യങ്ങൾ പോലെയാണ്. ഞാൻ ഒരു ഔട്ട്ലൈൻ പ്ലാനാണ് പറയുന്നത്. അപ്പോൾ സൂവിലേക്ക് പോയി അതിനുശേഷം മൈസൂർ പാലസിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ വൃന്ദാവൻ ഗാർഡൻസിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചാമുണ്ഡി ഹിൽസിലാണ്. അപ്പോൾ ചാമുണ്ഡി ഹിൽസിൽ തന്നെയാണ് ചാമുണ്ഡേശ്വര ക്ഷേത്രവും ഉള്ളത്. ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നാട്ടിലേക്ക് വരും. കർണാടക സംസ്ഥാനത്തിലെ ഒരു മനോഹര നഗരമാണ് മൈസൂർ. ഔദ്യോഗികമായി മൈസൂരു എന്നാണ് അറിയപ്പെടുന്നത്. സമ്പന്നമായ ചരിത്രമാണ് മൈസൂരിനുള്ളത്. അതുപോലെ സാംസ്കാരിക പൈതൃകം, കല, വാസ്തുവിദ്യ, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള സംഭാവനകൾക്ക് മൈസൂർ പേരുകേട്ടിട്ടുണ്ട്. ശാസ്ത്രീയ സംഗീതം, നൃത്തം ഉൾപ്പെടെ ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗത്തിന് മൈസൂർ പ്രശസ്തമാണ്. മൈസൂരിൽ സ്ഥിതി ചെയ്യുന്ന മൈസൂർ കൊട്ടാരം അഥവാ അംബാവിലാസ് പാലസ് ഇന്തോ സാർസനിക് വാസ്തുവിദ്യയുടെ അതിശയകരമായ ഉദാഹരണവും ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ സർവകലാശാലകളിലൊന്നായ മൈസൂർ സർവകലാശാലയുടെ ആസ്ഥാനവും മൈസൂരാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള വിഭവങ്ങളിലൊന്നായ മൈസൂർ പാക്ക്, അതുപോലെ ദോശകൾ, വടകൾ തുടങ്ങി വിവിധ പ്രാദേശിക പലഹാരങ്ങളാലും മൈസൂർ പ്രസിദ്ധമാണ്. ചാമുണ്ഡേശ്വരി ദേവിയെ ബഹുമാനിക്കുന്ന 10 ദിവസത്തെ ഉത്സവമായ മൈസൂർ ദസറ ഉൾപ്പെടെ വിവിധ ഉത്സവങ്ങളും മൈസൂരിൽ ആഘോഷിക്കുന്നു. മൈസൂർ കുന്നുകളും വനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. കർണാടകയുടെ പ്രകൃതി സൗന്ദര്യം പര്യവേക്ഷണം ചെയ്യുന്നതിനുള്ള മികച്ച അടിത്തറയാണിത്. മൈസൂരിനെ കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിളിക്കാറുണ്ട്. ചരിത്രം, സംസ്കാരം, കല എന്നിവയിൽ താല്പര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൈസൂർ. അപ്പോൾ നമ്മൾ മൈസൂരേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാടുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യാത്ര ചെയ്ത സമയത്ത് ഒന്ന് സൈഡാക്കിയതാണ്. ഇപ്പം കാലാവസ്ഥ കുറച്ച് ഒരു രൂക്ഷമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലേക്ക് വ്യൂ എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹോട്ടലാണ്. നമുക്ക് എന്തൊക്കെ ഫുഡുകളാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായ നോട്ടത്തിലാണ്. എനിക്ക് തോന്നുന്നു SLC പരീക്ഷയിൽ കൂടി ഇത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 7:30 ഏതാണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് 200 കിലോമീറ്റർ പിന്നിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ മൈസൂരുള്ള സൂവിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററാണ് സൂവിലേക്കുള്ളത്. വളരെ അതായത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ വലിയ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു മൃഗശാലയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം മൈസൂർ സൂവിലേക്ക് പോകാനാണ് പ്ലാൻ. ഞങ്ങൾ ഉടുപ്പി എന്നു പേരുള്ള കാഴ്ചയിൽ നല്ല നിലവാരം തോന്നിയ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഉടുപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേഘയുടെ നാടാണ് ശരിക്കും ഉടുപ്പി. അപ്പോൾ ഉടുപ്പി നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് അല്ലെ തലശ്ശേരി ഫുഡ് എന്ന് പറയുന്ന പോലെയാണ് കർണാടക
ഉടുപ്പി ഫുഡ്. കാരണം നല്ല വെജിറ്റേറിയൻ ഐറ്റംസ്, ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഉടുപ്പി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ഉടുപ്പി റെസ്റ്റോറൻറ്റ് എന്ന് പേര് കാണാം. ചായയോടൊപ്പം ഷുഗർ സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയത്. ഓരോരുത്തരുടെയും ഇഷ്ടവിഭവങ്ങൾ ഓർഡർ ചെയ്തു. മസാല ദോശ ഏതാണ്ട് നാട്ടിൽ ലഭിക്കുന്ന സെയിം ടേസ്റ്റാണ്. അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് പഠനകാലത്ത് മൈസൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നേരെ സൂവിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഭാഗ്യവശാൽ ഇപ്പോൾ ഇവിടെ വളരെ നല്ല കാലാവസ്ഥയാണ്. ഞങ്ങൾ ഇവിടേക്ക് വരുന്നതിന് ഒരു ദിവസം മുൻപാണ് മൈസൂരിൽ നല്ല മഴ ലഭിച്ചത്. ശേഷമാണ് ചൂടിന് ആശ്വാസം ലഭിച്ചത്. ഏതാണ്ട് നമ്മുടെ നാടിന് സമാനമായ ചൂട് തന്നെയാണ് ഇവിടെയും മുൻപുണ്ടായിരുന്നത്. നല്ല വിസ്തൃതിയുള്ള റോഡായതിനാൽ ഞങ്ങളുടെ യാത്ര വളരെ സുഖകരമായിരുന്നു. ഈ കാണുന്നതാണ് മൈസൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഹെൽമറ്റിൻ്റെ ഉപയോഗം സ്ട്രിക്റ്റ് ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. പലരും ഹെൽമറ്റ് വെക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് മൈസൂർ സൂവിൻ്റെ അടുത്തു തന്നെയാണ് മൈസൂർ കൊട്ടാരവും സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥലത്തെത്തിയിരിക്കുകയാണ്. അടുത്തുള്ള പാർക്കിംഗ് ഏരിയ ഫുള്ളാണ്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് അടുത്ത പാർക്കിംഗ് ഏരിയയിലേക്ക്. ഇതാണ് പാർക്കിംഗ് ഏരിയ. 70 രൂപയാണ് പാർക്കിംഗ് ചെയ്യാനുള്ള ചാർജ്. ഇവിടെ ഒരു ഭാഗത്തായി ഓട്ടോ സ്റ്റാൻഡുമുണ്ട്. സ്വാഭാവികമായും ഇവിടെ പാർക്ക് ചെയ്യുന്ന സഞ്ചാരികൾക്ക് സൂയിലേക്ക് 1 കിലോമീറ്റർ തിരക്കുള്ള റോഡിലൂടെ നടന്ന് എത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. ഓട്ടോയിലാണ് ഭൂരിഭാഗം പേരും പോകുന്നത്. സൂ വിസിറ്റ് ചെയ്ത ശേഷം കാർ എടുക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ കാറിൻ്റെ എൻജിൻ മുന്നിലേക്ക് വരുന്ന രീതിയിൽ പാർക്ക് ചെയ്തു. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ മൈസൂർ പാലസ് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല വെയിലായതിനാൽ അച്ഛൻ കുടയൊക്കെ തുറന്നു. അപ്പം നമ്മൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ഇനിയുണ്ട് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സൂ എൻട്രൻസിലേക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഓട്ടോറിക്ഷയ്ക്ക് പോകാനാണ് നമ്മൾ തീരുമാനം. അല്ലെങ്കിൽ ഭയങ്കര പൊരി വെയിലാണ്. സൗഹാർദ്ദപരമായ ബാർഗെയിന് ശേഷം 80 രൂപയ്ക്ക് സൂ എൻട്രൻസിലേക്ക് എത്തിച്ചു തരാം എന്ന് ഡ്രൈവറേട്ടൻ സമ്മതിച്ചു. ഇതാണ് സൂ എൻട്രൻസ്. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. മേഘ 6 വർഷം മുമ്പ് കോളേജിൽ നിന്നും ഇവിടേക്ക് ടൂർ വന്നപ്പോൾ ഉള്ളതിൽ നിന്നും വഴികളിൽ ഏറെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ അവൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. വലിയവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് എൻട്രി ഫീ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. മറ്റൊരു കാര്യം, സ്റ്റിൽ ക്യാമറ ഉപയോഗത്തിന് 100 രൂപയും വീഡിയോ ക്യാമറ ഉപയോഗത്തിന് 200 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. മൊബൈൽ ക്യാമറ ഉപയോഗിക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജൊന്നും ഈടാക്കുന്നില്ല. മനോഹരമായ ലഗേജ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ 157ഓളം ഏക്കർ വിസ്തൃതിയിലാണ് ഈ സൂ പരന്നു കിടക്കുന്നത്. അതേപോലെ തന്നെ 168ഓളം ഇനങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നേരെ സൂവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നമ്മൾ പിന്നെ 500 രൂപയാണ് നമുക്ക് ടിക്കറ്റിനായത്. അതായത് 4 നോർമൽ ടിക്കറ്റും 2 കുട്ടികളുടെ ടിക്കറ്റാണ് എടുത്തത്. ജാൻവിക്ക് ടിക്കറ്റ് ആവശ്യമില്ല, 5 വയസ്സ് വരെ ടിക്കറ്റ് ആവശ്യമില്ല. നമ്മളെ ചെക്ക് ചെയ്ത ശേഷമാണ് അകത്തേക്ക് പോകാൻ അനുവദിക്കുന്നത്. ബാഗ് തുറന്നൊക്കെ പരിശോധിച്ചു. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിശോധനയ്ക്ക് വ്യത്യസ്ത ക്യൂ ആണുള്ളത്. ഈ കാണുന്നതാണ് മൈസൂർ സൂവിൻ്റെ മാപ്പ്. ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തു.
ആദ്യമായി പക്ഷികളുടെ ഏരിയയാണ്. ഒത്തിരി ഇനത്തിൽപ്പെട്ട പക്ഷികളുണ്ട് ഇവിടെ. വിദേശത്തും നാട്ടിലുമുള്ളതുമായ ഒത്തിരി ഇനം പക്ഷികളെ ഇവിടെ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട വേഴാമ്പലും ഇവിടെയുണ്ട്. ഭംഗിയുള്ള വലിയ വേഴാമ്പൽ. സംസ്ഥാന പക്ഷിയായ വേഴാമ്പൽ മാത്രമല്ല, ദേശീയ പക്ഷിയായ മയിലും ഇവിടെ ഉണ്ട്. നമുക്ക് അധികം കണ്ട് പരിചിതമല്ലാത്ത വെള്ളമയിലും ഉണ്ട് ഇവിടെ. വിവിധ ഇനം പക്ഷിമൃഗാദികളാൽ സമ്പന്നമായതിനാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും വളരെ മാനസികോല്ലാസം നൽകുന്ന ഒരിടം തന്നെയാണ് ഇവിടം. അതുപോലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനവും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ പൂർണ്ണമായും ആസ്വദിക്കണമെങ്കിൽ നടന്നു തന്നെ കാഴ്ചകൾ കാണണം. ഞങ്ങൾ ഏതാണ്ട് 3.5 മണിക്കൂറോളം എടുത്തു മുഴുവനായും കണ്ടു തീർക്കാൻ. നമുക്ക് വിശ്രമിക്കാനും വെള്ളം കുടിക്കാനും ഉള്ള സൗകര്യങ്ങളും അതുപോലെ ടോയ്ലറ്റ്, ഫീഡിംഗ് സൗകര്യം ഒക്കെ ഇവിടെ ലഭ്യമാണ്. വിദേശികളടക്കം വിവിധ സഞ്ചാരികളെ ഇവിടെ കാണാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റോയൽ ബംഗാൾ ടൈഗറെയാണ്. വളരെ വിശാലമായ ഏരിയയാണ് റോയൽ ബംഗാൾ ടൈഗറിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ശേഷം കാട്ടിലെ രാജാവായ സിംഹത്തിനെ കാണാനാണ് പോക്ക്. കണ്ടില്ലേ, വളരെ ശാന്തസ്വരൂപനായാണ് സിംഹത്തിൻ്റെ ഇരിപ്പ്. സഞ്ചാരികളെയൊന്നും ആശാരം മൈൻഡ് ചെയ്യുന്നില്ല. സിംഹത്തിനെ കാണാനുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മൃഗങ്ങളുടെ ഫോട്ടോ സഹിതം പോകാനുള്ള ദിക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ എടുത്ത ടിക്കറ്റിൻ്റെ തുക ഒട്ടും കൂടുതലല്ല എന്നെനിക്ക് തോന്നി. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സിംഹവാലൻ കുരങ്ങനെയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകതയായി തോന്നിയത് മൃഗങ്ങളെ ചെറിയ കൂടുകളിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നതാണ്. അവർക്ക് ആവശ്യത്തിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് എന്ന് തോന്നി. ഗോറില്ല, ചിമ്പാൻസി തുടങ്ങി നിരവധി ഇനം മൃഗങ്ങളെ ഇവിടെ കണ്ടു. ആശാന് സഞ്ചാരികളോട് എന്തോ പിണക്കമുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കു മാത്രമേ മുഖം കാണിക്കുന്നുള്ളൂ. മൈസൂർ സൂവിലേക്ക് വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചൊവ്വാഴ്ച ലീവാണ്. അതുപോലെ സെൽഫി സ്റ്റിക്ക് ഇവിടെ അലൗഡ് അല്ല. മൃഗശാലയുടെ മെമ്പർമാരല്ലാത്ത കാക്കച്ചേട്ടന്മാരെ കണ്ടപ്പോൾ കുരങ്ങൻ ചാടി ഓടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് എൻ്റെ ഏരിയയാണ് എന്ന ഭാവത്തിലായിരുന്നു കുരങ്ങൻ. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്രിക്കൻ ഹണ്ടിങ് ചീറ്റയാണ്. നമ്മുടെ കണ്ടാമൃഗവും ഇവിടെ ഉണ്ട്. കണ്ടാമൃഗങ്ങൾ ഭക്ഷണം അകത്താക്കുന്ന തിരക്കിലാണ്. അടുത്തത് ഏറെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന സീബ്രകളാണ്. സാധാരണ കൂടുതൽ മൃഗശാലകളിലും സീബ്രകളെ കാണാൻ സാധിക്കാറില്ല. മനോഹരമായി ഒരു കലാകാരൻ വരച്ചതുപോലെയാണ് വിദേശികളായ സീബ്രകളുടെ രൂപം. വളരെ വൃത്തിയുള്ള മൃഗശാലയാണെന്ന് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടും. വീണ്ടും ഞങ്ങൾ ചില വ്യത്യസ്തമായ ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെയൊക്കെ കണ്ടു.
ഏകദേശം 30-ലധികം രാജ്യങ്ങളിൽ നിന്ന് 168 ഇനങ്ങളിൽപ്പെട്ട 1450-ലധികം ജീവികൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു കൂട്ടം മാനുകളെയാണ് ആ കാണുന്നത്. നമ്മുടെ കരടിക്കുട്ടനും ഇവിടെ ഉണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള വെള്ളം ഇതിനകത്ത് അലൗഡല്ല. നിർബന്ധമാണെങ്കിൽ 50 രൂപ കൊടുത്താൽ ഒരു സ്റ്റിക്കർ കുപ്പിക്ക് മുകളിൽ ഒട്ടിച്ചു തരും. സൂ വിസിറ്റ് ചെയ്ത ശേഷം ഈ സ്റ്റിക്കർ കാണിച്ചു കഴിഞ്ഞാൽ രൂപ തിരിച്ചു കിട്ടും. ഇതാണ് ലിയോ സിനിമയിലൊക്കെ കണ്ട ഇനം കഴുതപ്പുലി എന്നറിയപ്പെടുന്ന വളരെ അപകടകരമായ മൃഗം. അവിടെ 3 ആനകൾ നിൽക്കുന്നുണ്ട്. സാധാരണ ആനകൾ മാത്രമല്ല, ആഫ്രിക്കൻ ആനകളും ഇവിടെ ഉണ്ട്. ഇതാണ് ആഫ്രിക്കൻ ആന. സാധാരണ ഫോട്ടോയിൽ മാത്രമാണ് ആഫ്രിക്കൻ ആനകളെ കണ്ടത്. തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ദേഹം വൃത്തിയാക്കുകയാണെന്ന് തോന്നുന്നു. അടുത്തത് നിശാജീവികളുടെ ഏരിയയാണ്. സാധാരണ രാത്രി സജീവമാവുകയും പകൽ വിശ്രമിക്കുകയും ചെയ്യുന്ന ജീവികളാണ് നിശാജീവികൾ. വളരെ നിലവാരത്തിലാണ് ഇതിനകം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജീവനക്കാരൊക്കെ വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തോന്നി. അങ്ങനെ വിശപ്പ് നമ്മുടെ ആസ്വാദനത്തിന് തടസ്സമാവുമോ എന്ന് തോന്നുമ്പോഴേക്കും ഒരു മനോഹരമായ ഭക്ഷണശാലയുടെ മുന്നിൽ ഞങ്ങളെത്തി. രുചികരമായ വിവിധ ഇനം ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മേഘ മൈസൂർ സ്പെഷ്യൽ വിഭവങ്ങൾ അകത്താക്കണം എന്ന ലക്ഷ്യത്തോടെ അകത്തേക്ക് കയറി. ഇവിടെ സെൽഫ് സർവീസാണ്. നമുക്കാവശ്യമായവ ആദ്യം ബിൽ ആക്കിയ ശേഷം വാങ്ങാവുന്നതാണ്. മിൽക്ക് ഷേക്ക്, പൂരി മസാല, മുളക് ബജി, പൊരി കൊണ്ടുള്ള വിഭവം ഒക്കെ ഞങ്ങൾ കഴിച്ചു. ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. അടുത്തത് വിവിധ ഇനം പാമ്പുകളുടെ ഏരിയയാണ്. മൂർഖനും രാജവെമ്പാലയും അനാക്കോണ്ടയും തുടങ്ങി വിവിധ ഇനം പാമ്പുകളെ കാണാം. ഞാൻ പാമ്പുകളുടെ വിശദമായുള്ള വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം. തുടർന്ന് വിവിധ ഇനം ആമകളെയും കണ്ടു. ഇനി കുറച്ച് വിശ്രമിക്കാനുള്ള സമയമാണ്. പുറത്തേക്ക് കടക്കാൻ വെറും 400 മീറ്റർ മാത്രമാണുള്ളത്. വിശ്രമിക്കുന്ന ഏരിയയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് കൊണ്ടാവാം നല്ല ഭംഗിയുണ്ട്. ഇതിനടുത്തായാണ് ഒട്ടക പക്ഷികളുള്ളത്. ഇനിയാണ് ഏറ്റവും ആകർഷണീയം എന്ന് തോന്നിയ ജിറാഫുകളുടെ ഏരിയ. എക്സിറ്റിന് തൊട്ടു മുമ്പാണ് ഇത്. വളരെ ഉയർന്ന കഴുത്തുകളോട് കൂടിയ ജിറാഫുകളെ ഏറെ അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും സഞ്ചാരികൾ നോക്കുന്നത് കാണാം. സൂവിലെ ജീവനക്കാർ സഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് എത്രയോ മുകളിലായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളെപ്പോലെ ഭൂമിയുടെ മറ്റ് അവകാശങ്ങളെ നേരിൽ കണ്ട സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്ക് യാത്രയായി. അപ്പൊ നമ്മൾ മൈസൂർ പാലസിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മൈസൂർ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. അതേപോലെ ഇവിടുത്തെ രാജവംശം, വാഡിയാർ രാജവംശം 14-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച കൊട്ടാരമാണിത്. അപ്പൊ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം കൊട്ടാരം തകർക്കപ്പെടുകയും അതിനുശേഷം വീണ്ടും പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന കൊട്ടാരം പണികഴിപ്പിച്ചത് 1897-ലാണ്. ഇവിടെ നോർമൽ ടിക്കറ്റിന് 100 രൂപയും 18 വയസ്സിന് താഴെയുള്ളവർക്ക് 50 രൂപയുമാണ് ചാർജ്. പുറമെ മൈസൂർ പാലസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മനോഹരമായ കൊട്ടാരം മൈസൂർ പ്രദേശവാസികൾക്കിടയിൽ അംബവിലാസ് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ വർഷങ്ങൾക്ക് മുൻപ് വാഡിയാർ രാജാക്കന്മാർ തടിയിലായിരുന്നു കൊട്ടാരം നിർമ്മിച്ചിരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാടുഭരിച്ച മറ്റൊരു രാജവംശം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്.
400 വർഷത്തോളമാണ് വാഡിയാർ രാജവംശം മൈസൂർ ഭരിച്ചിരുന്നത്. കൊട്ടാരത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ തന്നെ വളരെ നയനമനോഹരമാണ്. കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കും മുൻപ് ചെരുപ്പ് പുറത്ത് സൂക്ഷിക്കേണ്ടതാണ്. ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലത്തുള്ള തിരക്കാണ് ഈ കാണുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് മൈസൂർ പാലസിൻ്റെ സാധാരണ വർക്കിംഗ് ഹവേഴ്സ്. കൂടുതൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ലഗേജൊക്കെ പരിശോധിക്കും. തുടർന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്യാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ടിക്കറ്റ് പരിശോധിച്ച ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ കൊട്ടാരം ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് മൈസൂരിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ വാഡിയാർ രാജവംശം തന്നെയാണ് മൈസൂരിൻ്റെ ഭരണം നടത്തിയിരുന്നത്. കൊട്ടാരം ഇന്നു കാണുന്നത് പോലെ നവീകരിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത് വാഡിയാർ രാജകുമാരിയായിരുന്ന ജയലക്ഷ്മാണിയുടെ വിവാഹ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയും അതിനെ തുടർന്ന് കൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് അന്നത്തെ രാജാവായിരുന്ന കൃഷ്ണരാജേന്ദ്ര വോഡയാർ നാലാമന്റെ നിർദ്ദേശപ്രകാരം 15 വർഷമെടുത്ത് പൂർത്തിയാക്കിയതാണ് ഈ കൊട്ടാരം. ഈ അതിമനോഹരമായ ഹാളിൽ വെച്ചായിരുന്നു രാജവംശത്തിൻ്റെ പ്രധാന ആഘോഷങ്ങളായ വിവാഹം, ജന്മദിനം തുടങ്ങിയവയൊക്കെ നടത്തപ്പെട്ടിരുന്നത്. 8 വശങ്ങളോടുകൂടി നിർമ്മിച്ച ഈ ഹാൾ എത്ര കണ്ടാലും മതിവരാത്ത വിസ്മയം തന്നെയാണ്. കൊട്ടാരത്തിലെ രാജാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഫോട്ടോസാണ് ഈ കാണാൻ സാധിക്കുന്നത്. അന്നത്തെ കാലത്ത് മൈസൂർ ഭരിച്ചിരുന്നവരാണിവർ. ഇതിൽ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളുമുണ്ട്. രാജകീയ വേഷങ്ങൾ, ആഭരണങ്ങൾ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ, മാർബിൾ മിനാരങ്ങൾ, 7 വലിയ ആർച്ചുകൾ, മധ്യത്തിലെ ആർച്ചിനുമേൽ ഗജലക്ഷ്മി പ്രതിമ, കൊട്ടാരത്തിന് ചുറ്റും മനോഹരമായ പൂന്തോട്ടം, ദർബാർ ഹാളുകൾ, അംബാവിലാസ ഹാൾ, ജവൽസ് പവലിയൻ, കല്യാണ മണ്ഡപം തുടങ്ങി നിരവധി കാഴ്ചകൾ ഇവിടെ ഉണ്ട്. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു നിർമ്മിതി കൂടിയാണ് മൈസൂർ കൊട്ടാരം. ഇവിടെ പ്രതിവർഷം ഏകദേശം 27 ലക്ഷം സഞ്ചാരികൾ വരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എല്ലാ വർഷവും ശരത്കാലത്ത് നടത്തപ്പെടുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ലിഫ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ മുന്നോട്ടേക്ക് പോകുമ്പോഴും മനോഹരവും അത്ഭുതകരവുമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൈസൂരിൽ വരുന്ന സഞ്ചാരികൾ തീർച്ചയായും മൈസൂർ കൊട്ടാരം സന്ദർശിക്കേണ്ടതാണ്. ഈ കൊട്ടാരത്തിനുള്ളിൽ 12ഓളം ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. രാജ്യം സ്വതന്ത്രമായതിനെ തുടർന്ന് കൊട്ടാരവാസികൾ കൊട്ടാരത്തിൽ നിന്നും താമസം മാറുകയും തുടർന്ന് ഈ കൊട്ടാരം മ്യൂസിയമായി മാറുകയും ചെയ്തു. നിരവധി അമൂല്യ വസ്തുക്കൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എവിടെ നോക്കിയാലും വിസ്മയ കാഴ്ചകളാണ്. ഇതാണ് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വാഡിയാറിന്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത സ്റ്റാച്യു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. പ്രതീക്ഷിച്ചതിലുമപ്പുറം വിസ്മയ കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്ന സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാമുണ്ഡി ഹിൽസിലേക്കാണ്. ഏതാണ്ട് 3500 അടി മുകളിലായിട്ടാണ് ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രവുമുള്ളത്. ഇതാണ് ശ്രീ ചാമുണ്ടേശ്വരി വെൽക്കം ആർച്ച്.
അങ്ങനെ നമ്മൾ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകാനുള്ള എൻട്രൻസ് കടന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചില കന്നഡ സിനിമകൾക്കൊക്കെ ലൊക്കേഷനായ ഏരിയയാണ്. ചാമുണ്ഡി ഹിൽസ് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ്. 1-2 കുരങ്ങന്മാർ ഇവിടെ നിന്ന് ഫുഡ് അടിക്കുന്നുണ്ട്. വ്യൂ പോയിന്റ് പൂർണ്ണമായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി 20 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും മൈസൂർ സിറ്റി പൂർണ്ണമായും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ അത്ഭുതകരമായ രീതിയിൽ വളരെ അടുത്ത് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. പാൻ ചെയ്ത് നമുക്കിഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ചാമുണ്ഡി ഹിൽസിലുള്ള വ്യൂ പോയിന്റിലാണ്. ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു നഗരം മൊത്തം നമുക്ക് ഒറ്റ കാഴ്ചയിൽ കാണാനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 20 രൂപയാണ്. അതായത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരേ ചാർജാണ് വരുന്നത്, 20 റുപ്പീസ്. ചാമുണ്ഡി ഹിൽസിലേക്ക് വന്നാൽ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വിസ്തൃതിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി താഴെ നിന്നും വ്യൂ പോയിന്റ് ആസ്വദിക്കാനാണെങ്കിൽ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. അതുപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കും വിധം ചില മനോഹരമായ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാങ്ങ വിൽക്കുന്ന ചേട്ടൻ ഒരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. ഒരു മാങ്ങ ക്യാമറയിൽ പകർത്താൻ 20 രൂപയാണ് ചാർജ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങൾ യാത്രയിൽ കഴിക്കാൻ വേണ്ടി മാങ്ങകൾ വാങ്ങിച്ചു. ഇത് ചാമുണ്ഡി ഹിൽസിൽ കിട്ടുന്ന ഒരു പ്രത്യേകതരം നാരങ്ങ സോഡയാണ്. അതായത് പെപ്പർ, അതുപോലത്തെ ചില സാധനങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചാമുണ്ഡി ഹിൽസ് വ്യൂ പോയിന്റ് കാഴ്ചകൾ ആസ്വദിച്ച ശേഷം കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ചാമുണ്ഡേശ്വരി ക്ഷേത്രം പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനുള്ള തിരക്കാണ്. വളരെ വിശാലമായ പാർക്കിംഗ് സ്പേസാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഇരുവശങ്ങളിലും ടോയ്സ്, മാലകൾ, വളകൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചാമുണ്ഡി ക്ഷേത്രത്തിലെ ദേവിയുടെ നാമം ശ്രീ ദുർഗാദേവി എന്നാണ്. മൈസൂർ രാജാക്കന്മാരുടെ ഇഷ്ടദേവിയാണ് ശ്രീ ദുർഗാദേവി. ഈ കാണുന്നതാണ് ചാമുണ്ഡേശ്വരി ക്ഷേത്രം. വളരെ മനോഹരമായ കൊത്തുപണികളോടെയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ്. ഈ കാണുന്ന പ്രതിമ മഹിഷാസുരൻ്റേതാണ്. ദുർഗാദേവിയാണ് മഹിഷാസുരനെ വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മഹിഷാസുരയിൽ നിന്നാണ് പിന്നീട് മൈസൂർ എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരങ്ങളിലുമായി ഇനിയും ഒത്തിരി കാഴ്ചകളുണ്ട്. ക്യാമറയിൽ പകർത്തിയ കാഴ്ചകൾ മാത്രമാണ് പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.